നിന്റെ അച്ഛനാണ് പറയുന്നത് കത്ത് താഴിടാന്ന് പറയുന്നത്, ഇപ്പം പറയുമ്പോഴും കണ്ണീന്നുള്ള വരുന്നവിടെ അത്രമാത്രം ടച്ചിങ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അതിനകത്തൊരു വലിയ സത്യമുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ സീൻ ഞാൻ ആ ആൾക്കാരെ മാറ്റി വരുന്നതിന് മുമ്പ് വരെ ഷൂട്ട് ചെയ്തിട്ട് എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ വേറൊരു സെറ്റിലായിരുന്നു, ട്രിവാൻഡ്രത്ത് തന്നെ. അവിടെ ഞാൻ അവിടെ ചെല്ലുന്നവരെ ഇവർ അടുത്തത് എങ്ങനെയെന്ന് ആലോചിക്കുക. ഈ കത്തി ഇയാൾ പിടിച്ചിരിക്കുന്ന ഒരു ഭ്രാന്തമായ ഒരു വലിയ വിഭ്രാന്തിയിലാണ്. അന്നേരം ആര് ചെന്നാലും പോലീസിനോടൊക്കെ അടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെ ഈ ആയുധം താഴെ ഇടിക്കും, അതാണ് പ്രാക്ടിക്കലായിട്ടുള്ള കുഴപ്പം. രചനയിലും അതുണ്ട്, കുഴപ്പമുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് മോഹൻലാലും ലോഹിതദാസും സിബിയും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വണ്ടി ഇരുന്നത്. ലാൽ പറഞ്ഞത് ആ തിരഞ്ഞെടും വന്നു, പുള്ളിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. അവർ 3 പേര് ഇറങ്ങി വന്നു താഴെ. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിപ്പോൾ ഇന്നിടത്ത് ഷോട്ട് എടുത്ത് നിർത്തിയിരിക്കുകയാണ്, ഇനി ഈ കത്തി താഴെ ഇടണം. അതെങ്ങനെ താഴെ ഇടിക്കും, ചേട്ടനാണത് എൻ്റെ ദൗത്യം. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങൾ തമ്മിൽ വലിയ അച്ഛനും മകനുമായിട്ട് വലിയ സ്നേഹമാണ്, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അദ്ദേഹം കത്തി താഴെ ഇടണമെന്നില്ല. അതാണ് ഞങ്ങളുടെയും പ്രശ്നം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. കുറച്ച് സമയത്തെ നിശബ്ദത. ഞാൻ പറഞ്ഞു, ഒരായുധം താഴെ ഇടണമെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധം ഉപയോഗിക്കണം. അതെന്താണെന്ന് ആലോചിക്കാൻ. വീണ്ടും നിശബ്ദത. ലോഹിതദാസിൻ്റെ വായിന്ന് സ്നേഹം, അതാണ് ഏറ്റവും വലിയ ആയുധം, അതാണ് കറക്റ്റ് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ഡയലോഗ് എഴുതണമല്ലോ. അദ്ദേഹം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ആ ആളിനെ മാറ്റി വന്നിട്ട് മോനെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ കട്ട് ലാൽ നോക്കുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ കത്തി താഴെന്ന് പറയുന്നു. അത് സാധാരണ രീതിയിൽ പറയുന്നു. അതത്രയും എഴുതി. ഇനി എന്ത് ഡയലോഗ് പറയും? ഞാനും ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഇത് മാക്സിമം ആക്കണം. 4 രീതിയിൽ ആ ഡയലോഗ് തന്നെ എഴുതിക്കോ, 4 ടോണിൽ ഞാൻ പറയാം. കത്തി താഴിടാം, അതൊരു വലിയ സംഭവമാണ്. 4 ടോണിലാണ് പറഞ്ഞത്. 4 ടോണിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ടോണിൽ പറയുമ്പോൾ 4-മത്തത് സ്നേഹം കലർന്ന ടോണായിരിക്കണം അവിടെ വീണ കത്തി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഗതി കത്തി താഴിട എന്നാണ്. രണ്ടാമത് പോലീസ് പറഞ്ഞു കത്തി താഴിടണം. ആ പോലീസ് പറഞ്ഞപ്പോഴത്തേക്ക് ലാൽ ചൂണ്ടി വെച്ചാൽ അച്ഛനാണെങ്കിലും കൊല്ലുമെന്നർത്ഥം. വിഷൽ മാത്രമേ ഉള്ളൂ. അടുത്തത് അനുനയ സ്വരമാണ്. കത്തി താഴിട മോനെ. അതിലും അയാൾ അനങ്ങിയില്ല. ഞാൻ പൊട്ടിപ്പോയി. കാരണം ഇത്രയും എന്നോട് സ്നേഹമുള്ള എൻ്റെ മകൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ എന്നുള്ള രീതിയിലാണ് നെഞ്ചത്തടിച്ച് പറഞ്ഞത്. എൻ്റെ അച്ഛനാണ് പറയുന്നത്. കത്തി അയാളെറിഞ്ഞു. എറിഞ്ഞതും വളരെ ഡിസ്റ്റർബൻസായി കൊണ്ടായി. കാരണം അയാളുടെ അന്നേരത്തെ അവസ്ഥയെ കീറി മുറിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നതിനകത്ത് ഇപ്പോൾ ഇളം തലമുറയിൽ അഭിനയിക്കുന്ന നടന്മാർ ഇത് മനസ്സിലാക്കണം. ആ 4 ടോണിലത് പറഞ്ഞത്.